കുറിച്ചാണ് എന്താണ് semiconductors and the properties, different types of semiconductors. സിലബസിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ elemental semiconductors, compound semiconductors, അതാണ് നമ്മളുടെ മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയാം. സോ സെമികണ്ടക്ടേഴ്സ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സെമികണ്ടക്ടേഴ്സ് പറഞ്ഞ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ബാൻഡ് ഗ്യാപ്പ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇലക്ട്രോൺസ് അത് വാലൻസ് ഇലക്ട്രോൺസിന് ഒരു എനർജി ഉണ്ടായിരിക്കും, കണ്ടക്ഷൻ ലെവലിലേക്ക് വരുന്ന ഇലക്ട്രോൺസിന് വേറൊരു എനർജി ഉണ്ടായിരിക്കും. ഈ കണ്ടക്ഷൻ ലെവൽ എനർജിയും വാലൻസ് ബാൻഡ് എനർജി ലെവലും നമ്മുടെ ഡിഫറൻസിനെയാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് ബാൻഡ് ഗ്യാപ്പ്. ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് മിനിമം എനർജി ദാറ്റ് ഈസ് റിക്വയർഡ് ടു എക്സൈറ്റ് an electron up to a state in the conduction band where it can participate in conduction band. So നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നമുക്ക് വാലൻസ് ഷെല്ലുണ്ട്. വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് നമ്മൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺ എനർജി EV എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നോർമലി EV അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസിലായിരിക്കും. സോ അതുകൊണ്ട് അത് ഫ്രീ ടു മൂവ് അല്ല. ഓക്കെ, ഒരു തെർമൽ എനർജിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺസ് എനർജി ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദേ വിൽ ഗെറ്റ് എക്സൈറ്റഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അതിനെ നമ്മൾ EC എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ EC കണ്ടക്ഷൻ ലെവൽ എനർജി, EV വാലൻസ് ബാൻഡ് എനർജി ലെവൽ. EVയിൽ നിന്ന് ECയിലേക്ക്, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്താൽ മാത്രമേ ആ ഇലക്ട്രോൺസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ EC മൈനസ് EVയെ റെപ്രസെൻ്റ് ചെയ്യുന്ന പറയുന്ന പേരാണ് ബാൻഡ് ഗ്യാപ്പ് എനർജി. ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ മിനിമം എനർജി ദാറ്റ് ഈസ് റിക്വയർഡ് ടു എക്സൈറ്റ് an ഇലക്ട്രോൺ അപ് ടു എ സ്റ്റേറ്റ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ലെവലിലേക്ക്, ലീസ്റ്റ് എനർജി ലെവൽ, കണ്ടക്ഷൻ ബാൻഡിലുള്ള ലീസ്റ്റ് എനർജി ലെവലിലുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വാലൻസ് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മിനിമം എനർജിയാണ് ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത്. Okay, so depends upon this band gap energy, we have classification on materials. Based on the band gap materials, we have classification insulators, conductors, and semiconductors. So here our semiconductor is our main focus. Let's introduce what is the difference between the three: insulators, conductors, and semiconductors. ഈ മൂന്നിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. Then first let's begin with the insulator. So here is our insulators, the materials which does not readily conduct electricity because the forbidden gapന് എനർജി ബാൻഡ് ഗ്യാപ്പിന് വേറൊരു പേരാണ് forbidden gap എന്ന് പറയുന്നത്. in insulator is very high, approximately 15 electron volt. സോ നമ്മളുടെ വാലൻസ് എനർജി ലെവലിൽ നിന്ന് കണ്ടക്ഷൻ എനർജി ലെവലിലേക്കുള്ള ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 ഇലക്ട്രോൺ വോൾട്ട് ആണ് നോർമലി ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. എക്സാമ്പിൾ മൈക്ക, ഗ്ലാസ് തുടങ്ങിയ മെറ്റീരിയൽസ്, അതിൻ്റെയൊക്കെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 15 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ നോർമലി റൂം ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്ന എനർജി സഫീഷ്യൻ്റ് ആയിരിക്കില്ല ആ ഇലക്ട്രോൺസിനെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നോർമൽ കേസിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ കണ്ടക്ട് ചെയ്യില്ല. സോ വി കോൾ ദം ആസ് ഇൻസുലേറ്റേഴ്സ്. So insulators are also called poor conductors of electricity കാരണം കണ്ടക്ഷൻ ബാൻഡിൽ നോർമൽ കണ്ടീഷൻസിൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. Insulators, the valence band is fully occupied with electrons and the conduction band is empty. നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ വരണമെങ്കിൽ അത് വാലൻസ് ബാൻഡിൽ നിന്ന് എക്സൈറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസേ കണ്ടക്ഷൻ ബാൻഡിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസിന് ഗെയിൻ ചെയ്യുന്ന എനർജിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത്ര എനർജി പോരാ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. സോ ഇൻസുലേറ്ററിൻ്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡിലുള്ള കംപ്ലീറ്റ് ഫ്രീ എം ടി സ്റ്റേറ്റ് ആയിരിക്കും, നോ ഇലക്ട്രോൺസ് ആയിരിക്കും. അതേസമയം വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് അവൈലബിൾ ആയിരിക്കും. സോ there are vacancies in what you say a conduction band. Vacancy means no electrons and so no contribution to current. In order to move electrons from valence band to conduction band, a large amount of external energy is required, which must be equal to the forbidden gap. Only then current will flow. So conduction bandിലേക്ക് ഇലക്ട്രോൺസ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ഇൻസുലേറ്റേഴ്സ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ, അതിനെ കണ്ടക്ട് ചെയ്യാൻ കേപ്പബിൾ ആക്കണമെങ്കിൽ വി നീഡ് ടു സപ്ലൈ എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി, എക്സ്റ്റേണൽ എനർജി കൊടുത്താൽ മാത്രമേ ഈ ഇൻസുലേറ്റേഴ്സിനെ നമുക്ക് ഒരു കണ്ടക്ഷൻ പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ പ്രാക്ടിക്കലി ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇതാണ് ബാൻഡ് ഗ്യാപ്പ് ഡിഫറൻസ് കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രാം. സോ വാലൻസ് ബാൻഡ് ഉണ്ട്, ഇത്രയും എനർജി ലെവൽസിൽ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് ഈ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺസ് വന്നാൽ മാത്രമേ ഇലക്ട്രോൺസ് കണ്ടക്ഷനിൽ കോൺട്രിബ്യൂഷൻ നടക്കുള്ളൂ. ബട്ട് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 to 15 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഈ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് വെരി ഹൈ എനർജി
ആണ്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ ഇൻസുലേറ്റേഴ്സ് ടു കണ്ടക്ട് അറ്റ് നോർമൽ കണ്ടീഷൻ. നെക്സ്റ്റ് നമ്മളുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് കണ്ടക്ടേഴ്സ് ആണ്. So, എന്താണ് conductors? Materials which easily allows electric current to flow through them are called conductors. Just different definitions on the conductors and insulators. One of the definition, materials which easily allows electric current. Electric current passage easily allow ചെയ്യുന്ന മീഡിയമാണ് അല്ലെങ്കിൽ മെറ്റീരിയലാണ് നമ്മളുടെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്പ് ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no distinct difference between conduction band energy and valence band energy. ഇതാണ് നമ്മളുടെ കണ്ടക്ഷൻ ബാൻഡ് എനർജി, ഇതാണ് നമ്മളുടെ വാലൻസ് ബാൻഡ് എനർജി. സോ ഇത് ഒരു ഓവർലാപ്ഡ് റീജിയൻ ഉണ്ടാകും. ഇലക്ട്രോൺസ് ആർ ബോത്ത് ബിലോങ്സ് ടു കണ്ടക്ഷൻ സ്റ്റേറ്റ്സ് ആൻഡ് വാലൻസ്ഡ് സ്റ്റേറ്റ്. സോ നോർമൽ കണ്ടീഷൻസിൽ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ കണ്ടക്ഷൻ കോൺട്രിബ്യൂഷനിൽ ഇലക്ട്രിക് കണ്ടക്ഷനിൽ കോൺട്രിബ്യൂഷൻ ചെയ്യും. സോ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോ നോർമൽ ടെമ്പറേച്ചറിൽ മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് or number of electrons, more electrons from valence band will get agitated or promoted to the conduction band, and so there will be abundance of electrons in the conduction band in case of conductors. So they contribute electrical conduction or electric current easily they will pass. Therefore there is no forbidden gap in the conductor. So overlap ചെയ്തു വരുന്നതുകൊണ്ട് ഈ എനർജി ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. there is no distinction between or separation between valence energy level and conduction energy level. Normally in conductors valence band is partially occupied with electrons and in conduction band large number of electrons are present. ഓക്കെ, സോ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിനേക്കാളും കൂടുതൽ ഇലക്ട്രോൺസ് ആയിരിക്കും കണ്ടക്ഷൻ ബാൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ദേ ബിലോങ്സ് ടു ഓർ ദേ ആർ കേപ്പബിൾ ഓഫ് ക്യാരിയിങ് ഓർ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക് കറൻറ്റ്. In order to move electron from valence band to conduction band, a small amount of external energy is required. ഒരു external EMF അല്ലെങ്കിൽ വോൾട്ടേജ് നമുക്കറിയാവുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വോൾട്ടേജിൻ്റെ എഫക്റ്റ് കൊണ്ട് കണ്ടക്ടറിലെ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ we can make them into motion and so into the current. Therefore more electrons can easily move to the conduction band. ഒരു ചെറിയ ഒരു external energy കൊടുത്താൽ തന്നെ valence ബാൻഡിലുള്ള electrons, majority of electrons will get promoted to the conduction band, so they conduct electricity. When valence band electrons move to conduction band, they become free electrons. അതായത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള കൺട്രോളിൽ നിന്ന് അത് പുറത്തു പോകും. ദേ ആർ എസ്കേപ്പിംഗ് ഔട്ട് ഓഫ് ദ കൺട്രോൾ ഓഫ് ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് അട്രാക്ഷനിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ എക്സ്റ്റേണൽ എനർജി കൊടുക്കുന്നത്. സോ എക്സ്റ്റേണൽ എനർജി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ന്യൂക്ലിയസിൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തു പോകും ആൻഡ് സോ ബിക്കം ഫ്രീ ആണെങ്കിൽ ഐഡിയലി സീറോ എനർജി കൊടുത്താൽ മതി അതിന് മൂവ്മെൻറ്റിന്. ഓക്കെ, സോ ഇതാണ് ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ വരുന്ന ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത്. സോ ദേ ആർ സോ ക്ലോസ്ലി അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ. ഓക്കെ, സോ ദർ ഈസ് നോ ഇതിങ്ങനെ ഒരു സെപ്പറേഷനായിട്ട് ആക്ച്വലി കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു റീജിയൻ ആയിരിക്കും അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ബൗണ്ടറി പോലും നമുക്കവിടെ പറയാൻ പറ്റില്ല. അതാണ് കണ്ടക്ടേഴ്സിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് അവർ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓർ ഇമ്പോർട്ടൻറ്റ് ഏരിയ സെമി കണ്ടക്ടേഴ്സ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. നമ്മളിവിടെ നമ്മളുടെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. സബ്സ്റ്റൻസ് ആസ് ജെർമീനിയം ഓർ സിലിക്കോൺ. സോ നമുക്കറിയാം ജെർമീനിയം സിലിക്കോൺ +1 +2 +1 ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് സെമി കണ്ടക്ടേഴ്സ് എന്താണ്. അവിടേക്ക് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള രണ്ട് മെറ്റീരിയൽസ് ആണ്, രണ്ട് എലമെൻറ്റ്സ് ആണ് സിലിക്കൺ ആൻഡ് ജെർമീനിയം. സോ സബ്സ്റ്റൻസ് ലൈക്ക് ജെർമീനിയം ഓർ സിലിക്കോൺ ഹൂസ് കണ്ടക്ടിവിറ്റി ഈസ് പുവർ അറ്റ് ലോ ടെമ്പറേച്ചർ ബട്ട് ഈസ് ഇംപ്രൂവ്ഡ് by minute addition of certain substances or by the application of heat, light or voltage. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് എന്ത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഗാലിയം സിലിക്കോൺ എന്ന് പറയുന്ന ഈ മെറ്റീരിയൽസ് അത് ലോ ടെമ്പറേച്ചറിൽ എൻ്റെ ഇൻ ഇറ്റ്സ് പ്യുവർ ഫോമിൽ അത് ലോ അല്ലെങ്കിൽ പുവർ കണ്ടക്ടറായിരിക്കും. ഓക്കെ, ബട്ട് ഈ നമ്മൾ ആ മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ സർട്ടൻ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഡോപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്ഷൻ പ്രോപ്പർട്ടീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓർ ബൈ അപ്പോൾ ആഡിങ് ലൈറ്റ് സോഴ്സ് ഓഫ് എനർജി ഓർ ഹീറ്റ് സോഴ്സ് ഓഫ് എനർജി ഓർ വോൾട്ടേജ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എക്സ്റ്റേണൽ സപ്ലൈ എനർജി കൊടുത്താലും നമുക്ക് അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇടയ്ക്ക് വരുന്ന ഒരു
ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നമ്മളുടെ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അറ്റ് ലോ ടെമ്പറേച്ചർ ദ വാലൻസ് ബാൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ബൈ ദി ഇലക്ട്രോൺസ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് എംപ്റ്റി. സോ ലോ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സിലിക്കൺ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ജെർമേനിയം ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് S2 3s2 ആണ്. സോ എസിൽ നിന്നൊരു ഇലക്ട്രോൺസ് പിയിലേക്ക് പോയിട്ട് അത് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലായിട്ട് മാറി നിൽക്കും. സോ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇങ്ങനെ റിലേറ്റ് നിൽക്കും. സോ അടുത്ത സിലിക്കൺ ആറ്റത്തിൻ്റെ ഇതേപോലെ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്കിവിടെ കോവാലൻ ബോണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നോർമൽ കണ്ടീഷൻസിൽ ആ കോവാലൻ ബോണ്ട് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. വാലൻസ് ബാൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ബൈ ഇലക്ട്രോൺസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് എംപ്റ്റി. സോ വെരി ലോ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ഒരു ടെമ്പറേച്ചറാണ് നമ്മളുടെ മീഡിയത്തിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ ഈ ബോണ്ടൊന്നും ബ്രേക്ക് ആവില്ല. അറ്റ് റൂം ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മോർ ദാൻ റൂം ടെമ്പറേച്ചർ, ഇഫ് യു അപ്ലൈ ടു ദിസ് മെറ്റീരിയൽ, വാട്ട് വിൽ ഹാപ്പൻ, ദിസ് കോവാലൻ ബോണ്ട് വിൽ ബ്രേക്ക് ആൻഡ് ദോസ് ഇലക്ട്രോൺസ് ബിലോങ്സ് ടു ദ ലെഫ്റ്റ് സിലിക്കൺ ആൻഡ് റൈറ്റ് സിലിക്കൺ, ദേ ബിക്കം ഫ്രീ. അത് സിലിക്കണിൻ്റെയും ഈ ലെഫ്റ്റ് സിലിക്കണിൻ്റെയും റൈറ്റ് സിലിക്കണിൻ്റെയും ന്യൂക്ലിയസിൻ്റെ കൺട്രോളിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യും. സോ ആ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോൾ അത് കണ്ടക്ഷന് സപ്പോർട്ട് ചെയ്യും. സോ ദേ ബിക്കം സ്ലൈറ്റ്ലി കണ്ടക്ടർ. ഓക്കെ, അറ്റ് റൂം ടെമ്പറേച്ചർ ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ബാൻഡ് ഗെറ്റ് ഇനഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ കണ്ടക്ഷൻ വാലൻസ് ബാൻഡിലുള്ള കോവാലൻ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോൺസ് അതിൻ്റെ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യും. സോ വെൻ ടെമ്പറേച്ചർ ഗോസ് അപ്പ്, സോ ഇഫ് യു ആർ അപ്ലൈങ് മോർ ടെമ്പറേച്ചർ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൂവിങ് ഫ്രം ദ വാലൻസ് ബാൻഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ഓൾസോ ഇൻക്രീസസ്. സോ നമ്മൾ ഈ സിലിക്കൺ സ്ട്രക്ചറിലേക്ക് കൂടുതൽ എക്സ്റ്റേണൽ എനർജി, ടെമ്പറേച്ചർ എനർജിയോ ലൈറ്റ് എനർജിയോ കൊടുക്കുകയാണെങ്കിൽ മോർ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓരോ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് 2 ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യും. Okay, so more electrons will be available in conduction band if we are increasing the temperature of semiconductor material. So temperature increase ചെയ്യുന്നതനുസരിച്ച് conduction also increasing. കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഈസ് ഡിക്രീസിങ്. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ പറയാൻ പറ്റും ദേ ആർ ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലാണ് എന്ത്, സെമി കണ്ടക്ടേഴ്സ് എന്ന്. ബട്ട് കണ്ടക്ടേഴ്സൊക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിലാണ് വരിക. This shows that electrical conductivity of semiconductor increases with the increase in temperature or any form of energy in the material. Temperature energy ഏതെങ്കിലും എനർജി കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസാണ് നമ്മളുടെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു നോർമലായിട്ടുള്ള ഒരു സിലിക്കൺ മെറ്റീരിയലിൻ്റെ കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെ എനർജി ഡിഫറൻസ് അല്ലെങ്കിൽ എനർജി ബാൻഡ് ഗ്യാപ്പ് ഫോർബിഡൻ എനർജി എന്ന് പറയുന്ന ആ ഡിഫറൻസ് ആണ് ഇവിടെ 1.3 or 1.12 to 1.3 ഇലക്ട്രോൺ വോൾട്ട്. സോ ഇതൊരു സിലിക്കൺ മെറ്റീരിയലിൻ്റെ ഫോർബിഡൻ എനർജി ബാൻഡാണ്. ജെർമേനിയം ആണെങ്കിൽ അതിലേക്കാളും കുറഞ്ഞായിരിക്കും, 0.66 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും ജെർമേനിയത്തിൻ്റെ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ റൂം ടെമ്പറേച്ചറിൽ കിട്ടുന്ന എനർജി എന്ന് പറയുന്ന എനർജി മതിയാകും ഈ 1.2 ഇലക്ട്രോൺ വോൾട്ടും 0.66 ഇലക്ട്രോൺ വോൾട്ടിനെയും ഓവർകം ചെയ്യാനായിട്ട്. സോ നോർമൽ കണ്ടീഷനിൽ നമ്മളുടെ സെമി കണ്ടക്ടേഴ്സ് സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻസ്. സോ നമ്മൾ സിലബസിൽ സ്റ്റാർട്ട് ചെയ്യാണ്. സെമി കണ്ടക്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. 2 ടൈപ്പ് സെമി കണ്ടക്ടേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്, വെരി ക്ലിയർ ആണ് എന്താണ് എലിമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. സോ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. സോ നമ്മൾക്ക് ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്, എന്തൊക്കെ ടൈപ്പാണ് അതിൻ്റെ അകത്തുള്ളത്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ഫൈനലി കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, അതും കോമ്പൗണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഇങ്ങനെയുള്ള കോമ്പിനേഷൻസിലാണ് സെമി കണ്ടക്ടർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് അവർ ഫസ്റ്റ് ടോപ്പിക്, എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്.
Elemental semiconductors. Elemental semiconductors are made of a particular element. They are not compounds. So elemental semiconductor എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് കൊണ്ടുണ്ടാകും, ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ്, സിംഗിൾ എലമെൻറ്റ് കൊണ്ട് മാത്രം ഫോം ചെയ്യുന്നതായിരിക്കും എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് ഒരു കോമ്പൗണ്ട് അല്ല, ഒരു സിംഗിൾ എലമെൻ്റ് ആയിരിക്കും നമ്മളുടെ എലമെൻ്റൽ സെമി കണ്ടക്ടർ. ദെൻ മോസ്റ്റ് കോമൺ എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് ആർ സിലിക്കോൺ, ജെർമീനിയം, diamond, then graphene or alpha tin. Okay, so silicon, germanium നമുക്കറിയാം 14th ഗ്രൂപ്പിൽ അല്ലെങ്കിൽ 4th ഗ്രൂപ്പിൽ വരുന്ന പീരിയോഡിക് ടേബിളിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് വരുന്ന 2 കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, സിലിക്കോണിൻ്റെയും ജെർമീനിയത്തിൻ്റെയും. സോ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ഫസ്റ്റ് 4th ഗ്രൂപ്പിൽ വരുന്ന നമ്മളുടെ എലമെൻ്റാണ് എലമെൻ്റൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന എലമെൻ്റലിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ സിലിക്കൺ ആൻഡ് ജെർമീനിയം. സോ ഡയമണ്ട് എന്ന് പറയുന്നത് അത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പിക് കോൺഫിഗറേഷനാണ്, അലോട്രോപ്പിയാണ്. സോ കാർബൺ ഈസ് ഓൾസോ ബിലോങ്സ് ടു ഓർ ഡയമണ്ട് ഈസ് ഓൾസോ എ എലമെൻ്റൽ സെമി കണ്ടക്ടർ. ആൽഫ ടിൻ എന്ന് പറയുന്നത് അതും ഒരു എലമെൻ്റൽ സെമി കണ്ടക്ടറിൽ വരുന്നതാണ്. അറ്റ് നോർമൽ ടെമ്പറേച്ചറിൽ വളരെ 13 ഡിഗ്രി 58 ഡിഗ്രി 55.8 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സെമി കണ്ടക്ടറാണ് നമ്മളുടെ ആൽഫ ടിൻ എന്ന് പറയുന്ന സെമി കണ്ടക്ടേഴ്സ്. നോർമലി അതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ സിലിക്കണിൻ്റെയും ജെർമീനിയത്തിൻ്റെ അതേ സ്ട്രക്ചറിൽ വരുന്നതാണ്. സോ ആൽഫ ടിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടും നമ്മൾക്ക് എന്താണ് സെമി കണ്ടക്ടേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സിംഗിൾ എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു സെമി കണ്ടക്ടേഴ്സാണ് നമ്മളുടെ ഇത്രയും എക്സാമ്പിളായിട്ട് വരുന്നത്. സിംഗിൾ എലമെൻറ്റ് മാത്രമാണ് അവിടെ, അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സിംഗിൾ എലമെൻറ്റ് ഈസ് ബീയിങ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ദ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ. Out of these materials, silicon is the most important electronic material because of its applications in the manufacturing of integrated circuits. So even though നമ്മൾ ഡിഫറെൻ്റ് മെറ്റീരിയൽസ് പറഞ്ഞു എങ്കിലും ഏറ്റവും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെമി കണ്ടക്ടറാണ്, എലമെൻ്റൽ സെമി കണ്ടക്ടറാണ് നമ്മളുടെ സിലിക്കൺ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ IC മാനുഫാക്ചറിങ് പ്രോസസ്സിങ്ങിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് നമ്മളുടെ സിലിക്കൺ എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോണിക് മെറ്റീരിയലാണ്. സിലിക്കണിന് വളരെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, എന്താണ് ഇത് പോപ്പുലറായിട്ട് യൂസ് ചെയ്യാൻ കാരണം നമുക്ക് നോക്കാം. ഓക്കെ. സോ സിലിക്കൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോണിക് മെറ്റീരിയൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ മാനുഫാക്ചറിങ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന IC മാനുഫാക്ചറിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഡിഫറൻറ്റ് ടെക്നിക്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടെക്നിക്സിലൊക്കെ വളരെ കോപ്പറേറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് സിലിക്കോൺ എന്ന് പറയുന്നത്. ദാൻ കമ്പയർഡ് ടു ജെർമീനിയം ഓർ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ഫാമിലി. കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ഫാമിലിയിലെയും ജെർമീനിയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിലിക്കൺ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ IC മാനുഫാക്ചറിങ്ങിൽ അതിൻ്റെ അകത്ത് വരുന്ന ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിങ്ങിലൊക്കെ വളരെ സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലമെൻറ്റ് കൂടിയാണ് സിലിക്കൺ എന്ന് പറയുന്നത്. സോ സിലിക്കണാണ് IC മാനുഫാക്ചറിങ്ങിൽ അല്ലെങ്കിൽ ഇതുപോലെ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിൽ വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നു. ഓക്കെ. സോ അഡ്വാൻറ്റേജസ് ഓഫ് സിലിക്കൺ എന്തൊക്കെയാണ്? സിലിക്കൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഈസ് ഓഫ് പാസിവേറ്റിംഗ് ദ സർഫസ് ബൈ ഓക്സിഡൈസിങ് ഇറ്റ് ഇൻ എ കൺട്രോൾഡ് മാനർ. സോ എന്താണ് പാസിവേറ്റിംഗ് എന്ന് പറയുന്നത്? പാസിവേറ്റിംഗ് എന്ന് പറയുന്നത് പാസിവേഷൻ എന്ന് പറയുന്നത് മേക്ക് ദ സർഫസ് ഇസ് അൺറിയാക്റ്റീവ് ഓർ ദ എലമെൻറ്റ് ആസ് അൺറിയാക്റ്റീവ് അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണെങ്കിൽ പാസിവേഷൻ എന്ന് പറയുന്നത്, മേക്കിംഗ് ദ എലമെൻറ്റ് ആസ് അൺറിയാക്റ്റീവ് എന്ന് പറയുന്നത്. സോ നമ്മൾക്കൊരു സിലിക്കോൺ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ട്, സിലിക്കോൺ ഉണ്ട്, ദെൻ ഇവിടെ ഒരു സിലിക്കൺ ഉണ്ട്, ഡിഫറെൻറ്റ് സിലിക്കോൺസ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ. സിലിക്കോൺ ഇങ്ങനെ എപ്പിറ്റാക്സൽ ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഈ സിലിക്കോൺസ് വേഫേഴ്സ് എന്ന് പറയുന്നത് ഒരു കട്ട സിലിക്കൻ്റെ ഒരു ബാർ
അതിനെയാണ് നമ്മൾ ഇങ്ങനെ സിലിക്കൺ എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ അഡ്ജസൻറ്റ് അല്ലെങ്കിൽ നെയ്ബറിങ് സിലിക്കൺ ആറ്റംസുമായിട്ട് ഓരോ സിലിക്കൺ ആറ്റവും ഇങ്ങനെ 4 കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെ ഈ ഗ്രോത്ത് പിന്നെ ഓരോ ലെയർ ബൈ ലെയർ ഇങ്ങനെ ഗ്രോത്ത് പോകുന്ന സമയത്ത് ലാസ്റ്റ് വരുന്ന ഈ സിലിക്കണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ബോട്ടവും എന്തുണ്ട് കോവാലന്റ് ബോണ്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സിലിക്കൺ ആറ്റം ഉണ്ട്. ബട്ട് ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ഈ സിലിക്കണിൻ്റെ ഈ ഇലക്ട്രോൺ ടോപ്പ് ലെയേഴ്സിൽ വരുന്ന ഓരോ സിലിക്കൺ ആറ്റത്തിൻ്റെയും ഇലക്ട്രോൺസിന് ഒരു പെയറില്ല, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഒരു പെയറില്ല. സോ ആ ഇലക്ട്രോൺസ് ഫ്രീ ആണ്, ദേ ആർ വെരി റിയാക്റ്റീവ്. ഓക്കെ, അതിന് എക്സിസ്റ്റൻസ് ഇല്ല, ഒരു പെയർ ഇല്ലാതെ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ വെനെവർ ദേ ഹാവ് സം ഇലക്ട്രോൺസ് ഓർ സം അതർ വേ ഓഫ് റീകോമ്പിനേഷൻ പോസിബിലിറ്റി അത് അതിന് ശ്രമിക്കും. സോ ഈ ഇതിനെ നമ്മൾ ഈ അല്ലെങ്കിൽ ഈ വരുന്ന ടോപ്പിൽ വരുന്ന ഈ ബോണ്ട് എന്ന് പറയുന്ന ഈ കോവാലന്റ് ബോണ്ടിൽ അൺപെയറായിട്ട് വരുന്ന ബോണ്ടിൽ വരുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വളരെ റിയാക്റ്റീവ് ആയിരിക്കും. സോ ഈ പാസിവേഷൻ സർഫസ് എന്ന് പറയുന്നത് ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന ഓക്സിജൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജനായിട്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു SiO2 എന്ന് പറയുന്ന ഒരു ലെയർ ഫോം ചെയ്യും. ഈ SiO2 എന്ന് പറയുന്ന ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ബിഹേവ് ചെയ്യും. ദേ വിൽ ബി ആക്ടിങ് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ for protecting from further reaction. ഫർദർ ഏതെങ്കിലും ഒരു ഇലക്ട്രോണായിട്ടോ എന്തെങ്കിലും എലമെൻ്റായിട്ടോ ബോണ്ട് ഉണ്ടാക്കാതെ ഈ SiO2 ലെയർ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഈ SiO2 ലെയറിനെ സർഫസിനെ കീപ്പ് ചെയ്യും. സോ അങ്ങനെ ഈ സിലിക്കൺ വേഫറിനെ അല്ലെങ്കിൽ ഈ സിലിക്കൺ ബാറിനെ ഒരു പാസിവേഷൻ സർഫസ് ആക്കിയിട്ട് നിലനിർത്താനായിട്ട് നമ്മളുടെ സിലിക്കൺ കൊണ്ട് പറ്റും. അതിന് ഈ SiO2 ഫോർമേഷൻ എന്ന് പറയുന്ന അതിന് പ്രത്യേകം പ്രോസസ്സൊന്നും വേണ്ട. നമ്മൾ ഫ്രീ ലെഫ്റ്റ് ടു അറ്റ്മോസ്ഫിയർ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ട് ചെയ്തിട്ട് SiO2 ലെയർ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ഓട്ടോമാറ്റിക് ഉണ്ടാകും. വേറെ പ്രോസസ്സിങ് ടെക്നോളജി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സിലിക്കണിന് മാത്രമുള്ള ഒരു അഡ്വാൻറ്റേജാണ് ഈ SiO2 ഫോർമേഷൻ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് സ്റ്റേബിളായിട്ട് ഫോം ചെയ്യുന്ന ഒരു ലെയറാണ് SiO2. അതേസമയം നമ്മൾ ജെർമീനിയത്തിനോ കോമ്പൗണ്ട് സെമി കണ്ടക്ടറിൽ പറയാവുന്ന ഗാലിയം ആഴ്സനൈഡിനോ അങ്ങനെ ഒരു ഓക്സൈഡ് ലെയർ സപ്പോർട്ട് ഇല്ല. സോ അതുകൊണ്ട് തന്നെ റിലേറ്റീവ് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ IC മാനുഫാക്ചറിംഗിൽ യൂസ് ചെയ്യുന്ന ഡിഫറൻറ്റ് ടെക്നിക്സ് ആണ് നമ്മളിവിടെ പറയും. ഫോട്ടോലിത്തോഗ്രഫി, ഡോപ്പിംഗ്, അനീലിംഗ് എന്ന് പറയുന്ന കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. IC മാനുഫാക്ചറിംഗ് യൂസ് ചെയ്യുന്ന കുറേ പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിങ്ങിലൊക്കെ നമുക്ക് ഈ സിലിക്കൺ വേഫറിൻ്റെ ഇങ്ങനെ ഒരു ലോങ് അല്ലെങ്കിൽ ലാർജ് സൈസുള്ള ഒരു സിലിക്കൺ വേഫർ ആയിരിക്കും, ഒരു ബാർ ആയിരിക്കും നമുക്ക് IC മാനുഫാക്ചറിംഗ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ പർട്ടിക്കുലർ ഏരിയയിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡോപ്പിംഗ് ആയിരിക്കും നമ്മൾക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, വേറൊരു പ്രോസസ്സാണ് അയൺ ഇംപ്ലാന്റേഷൻ. സോ ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം നമുക്ക് എടുക്കണം. ഓക്കെ, സോ ബാക്കിയുള്ള ഏരിയ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മാസ്ക് ചെയ്ത് കളയേണ്ടി വരും. സോ ഇങ്ങനെ മാസ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലെയർ കൂടിയിട്ടാണ് നമ്മളുടെ SiO2 ലെയർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എവിടെയാണോ നമുക്ക് ഡോപ്പിംഗ് അല്ലെങ്കിൽ അയൺ ഇംപ്ലാന്റേഷൻ ചെയ്യേണ്ടത് ആ ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് ബാക്കി ഏരിയ എല്ലാം മാസ്ക് ചെയ്യും. ഓക്കെ, സോ മാസ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയ പിന്നെ എക്സ്പോഷർ ഉണ്ടാവില്ല. സോ അൺമാസ്ക് റീജിയൻ ആയിട്ടുള്ള ഇവിടെ നമുക്ക് പർട്ടിക്കുലർ ഡോപ്പിങ്ങോ അയൺ ഇംപ്ലാന്റേഷനോ അനീലിങ്ങോ ഫോട്ടോലിത്തോഗ്രഫി അങ്ങനെ തുടങ്ങിയ പ്രോസസ്സൊക്കെ ചെയ്യാൻ പറ്റും. സോ IC മാനുഫാക്ചറിംഗ് ഡിഫറൻറ്റ് ലെവൽസിൽ ഇങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. ആ പ്രോസസ്സിങ്ങിലെല്ലാം ഈ SiO2 വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോ അതൊരു ഗോഡ് ഗിവൻ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും. The stable oxide layer reduces the surface recombination velocity. അത് വേറൊരു അഡ്വാൻറ്റേജാണ്, സർഫസ് റീകോമ്പിനേഷൻ വെലോസിറ്റി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സോ ഒരു സിലിക്കൺ വേഫർ ഉണ്ട്, ഒരു സിലിക്കൺ ബാർ നമുക്കുണ്ട്. സോ എല്ലാ സിലിക്കൺസും നെയ്ബറിങ് സിലിക്കൺസ് ആയിട്ട് എന്താണ് കോവാലന്റ് ബോണ്ട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലെയർ സർഫസിൽ വരുന്ന ഏതെങ്കിലും കുറേ സിലിക്കൺസിന് ഇതുപോലെ ബോണ്ട് ഫോം ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. സോ SiO2 ലെയറായിട്ട് ഫോം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇങ്ങനെ സപ്പോസ് ഈ ഇലക്ട്രോൺസ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് SiO2 ലെയർ ഫോം ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഈ സിലിക്കൺ കൊണ്ട് മാനുഫാക്ചറിങ് ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ ഡിറ്റക്ടറാണെന്ന് വിചാരിക്കുക. ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒരു ലൈറ്റ് വരുന്നതനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോൺസിനെ ഫോട്ടോ എമിഷൻ പ്രോസസ്സൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ എമിഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നതാണ്. സോ ആ പ്രോസസ്സ് ഉപയോഗിച്ച് ഈ ഇലക്ട്രോൺസിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇന്നർ കോറിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഈ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതൊരു ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സിലിക്കൺ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ റീകോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ റീകോമ്പിനേഷൻസിലുള്ള അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഡിറ്റക്ടർ നമ്മൾക്ക് ഇപ്പോൾ ഒരു 10 milliamp ആണ് നമ്മൾ ഫോട്ടോ ഡിറ്റക്ടറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോട്ടോ ഡിവൈസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന
കറണ്ട് എങ്കിൽ ഫ്യൂ ഇലക്ട്രോൺസ് ഇതുപോലെ കോമ്പിനേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 10 മില്ലി ആംപിയറിന് പകരം 5 മില്ലി ആംപിയർ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. സോ ഡിറ്റക്ടറിൻ്റെ സെൻസിറ്റിവിറ്റി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ SiO2 ലെയർ നമ്മളറിയാതെ തന്നെ SiO2 ലെയർ ഫോം ചെയ്ത ഇലക്ട്രോൺസ് റീകോമ്പിനേഷൻസിൻ്റെ പോസിബിലിറ്റിയെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഫോട്ടോ അല്ലെങ്കിൽ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിൽ നമുക്കതൊരു അഡ്വാൻറ്റേജ്, അതിൻ്റെ അക്യുറസിയും അതിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ആ സ്റ്റേബിൾ ഓക്സൈഡ് ഫോർമേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ്. സോ സിലിക്കണിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് സ്റ്റേബിൾ ഓക്സൈഡ് ലെയർ റിഡ്യൂസസ് ദ സർഫസ് റീകോമ്പിനേഷൻ വെലോസിറ്റി. Its hardness allows large wafers to be handled safely. So ഈ സിലിക്കൺ എന്ന് പറയുന്ന മെറ്റീരിയൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നാച്ചുറലി അബണ്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മളുടെ സിലിക്കൺ എന്ന് പറയുന്നത്. സോ ഈ IC മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്ന നമുക്ക് ഇതുപോലെ ലാർജ് സൈസിലുള്ള വലിയ ഒരു വേഫറിലായിരിക്കും ഈ IC മാനുഫാക്ചറിങ് ഡിഫറൻറ്റ് പ്രോസസ്സിങ് എല്ലാം ചെയ്തു പോകുന്നത്. സോ ഡിഫറൻറ്റ് IC പ്രോസസ്സിങ് ഓപ്പറേഷൻസിലൊക്കെ ഇത് പ്രോസസ്സിങ്ങിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പാസ് ചെയ്യുന്ന പ്രോസസ്സിൽ ഈ സ്ട്രോങ് മെറ്റീരിയൽ അല്ല എങ്കിൽ അത് ബേൺ ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മളുടെ കോമ്പൗണ്ട് സെമികണ്ടക്ടറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിലും വരുന്നതാണ്. സോ ഇത് വളരെ സ്ട്രോങ് ആൻഡ് ഹാർഡ് ആയതുകൊണ്ട് ഈ IC മാനുഫാക്ചറിങ് പ്രോസസ്സിലുള്ള എല്ലാ പ്രോസസ്സിൽ കൂടി അത് പാസ് ചെയ്ത് പോയാലും ആ സിലിക്കോൺ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും, അതിന് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. സോ അതിൻ്റെ ഹാർഡ്നെസ് അലൗസ് ലാർജ് വേഫേഴ്സ് ടു ബി ഹാൻഡിൽഡ് സേഫ്ലി. വലിയ സൈസിലുള്ള IC ഒക്കെ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഈ IC സിലിക്കോൺ കൊണ്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതേസമയം ജെർമേനിയം അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് സെമികണ്ടക്ടേഴ്സിൽ വരുന്ന ഗാലിയം ആർട്സിനൊക്കെ വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ലാർജ് സൈസിലുള്ള ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് മാനുഫാക്ചർ ചെയ്യാനൊന്നും കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. Then its thermal stability allows high temperature processing operations like diffusion നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ്. നെക്സ്റ്റ് 2-3 ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ, അനീലിംഗ്, ലിത്തോഗ്രഫി എന്ന് പറയുന്ന IC പ്രോസസ്സിങ്ങിലെ ഡിഫറൻറ്റ് പ്രോസസ്സിംഗ് ആണ്. ഇതൊക്കെ ഓരോ ഓപ്പറേഷൻസ് ആണ്. ഈ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് വെരി ഹൈ ടെമ്പറേച്ചറിലാണ്. സോ ഈ ഡിവൈസിൻ്റെ നമ്മളുടെ സിലിക്കൺ മെറ്റീരിയലിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അത് സാധാ ടെമ്പറേച്ചറിലൊന്നും ഈ പ്രോസസ്സിംഗ് നടക്കുന്ന 1000 ഡിഗ്രി സെൽഷ്യസിലൊന്നും എന്ത് ചെയ്യില്ല, അത് മെൽറ്റായി പോകില്ല. അതുകൊണ്ട് തന്നെ അതിന് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇത്രയും പ്രോസസ്സിലൊക്കെ അത് ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി ഡിവൈസസ് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആയി നിങ്ങൾക്ക് പറയാൻ പറ്റും. ദെൻ ലോ കോസ്റ്റ്. സിലിക്കൺ എന്ന് പറയുന്നത് ചീപ്പായിട്ട് എർത്ത് ക്രസ്റ്റിൽ വരുന്ന വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു എലമെൻ്റാണ് നമ്മളുടെ സിലിക്കൺ എന്ന് പറയുന്നത്. അത് നാച്ചുറലി തന്നെ അവൈലബിൾ ആണ്. നമുക്കതിന് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ മെറ്റലർജിക്കൽ പ്രോസസ്സ് ഉപയോഗിച്ച് അതിനെ ക്ലീൻ ചെയ്ത് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു ടെക്നോളജി ഉപയോഗിച്ച് സിലിക്കൺ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സിലിക്കൺ എന്ന് പറയുന്നത് സിലിക്കൺ വേഫറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു അതർ സെമികണ്ടക്ടർ മെറ്റീരിയൽസ് വളരെ കുറവാണ്. ഇതൊരു വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ് IC മാനുഫാക്ചറിംഗിൽ. എന്തുകൊണ്ട് സിലിക്കൺ ഈസ് പ്രിഫറബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ലിമിറ്റേഷൻസ് ഓഫ് സിലിക്കണിൽ കുറേ അഡ്വാൻറ്റേജ് പറഞ്ഞതുപോലെ തന്നെ ലിമിറ്റേഷൻസും ഉണ്ട്. ദെൻ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടൈപ്പ് ഓഫ് ഇറ്റ്സ് എനർജി ബാൻഡ് ഗ്യാപ്പ് ഈസ് 1.12 ഇലക്ട്രോൺ വോൾട്ട്. അതിൻ്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സെമികണ്ടക്ടറിൽ പറഞ്ഞപ്പോൾ ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 1.12 ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ട് 1.12 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞൊരു സ്ലൈറ്റ്ലി മോർ ആയിട്ടുള്ളൊരു ഫിഗറാണ്. സോ നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സൈറ്റേഷൻസ് എന്ന് പറയുന്ന അത്രമാത്രം എനർജി നമ്മൾ എക്സ്റ്റേണൽ കൊടുത്താൽ മാത്രമേ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ വോൾട്ടേജ് ലെവലൊക്കെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഈ പി ടൈപ്പ് എൻ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചുള്ള ഡിവൈസസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. സോ നമ്മൾ PN ജംഗ്ഷൻ പഠിക്കുമ്പോൾ മനസ്സിലാകുക എന്താണ് അതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന്. ജെർമേനിയം സിലിക്കൺ തമ്മിലുള്ള ഡിഫറൻസ്, ഈ ബാൻഡ് ഗ്യാപ്പിൽ എങ്ങനെ ഡിഫറൻസ് വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ പഠിക്കും. സോ അതിൻ്റെ അകത്ത് വരുന്നതാണ്. ദെൻ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ടൈപ്പാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതാണ്. ഇൻഡയറക്റ്റ്, സോ 2 ബാൻഡ് ഗ്യാപ്പ് ടൈപ്പ് ഡിവൈസ് ഉണ്ട്. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അതിനൊരു ചെറിയ ഗ്രാഫൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇതാണ് നമ്മളുടെ കണ്ടക്ഷൻ ബാൻഡ് എനർജി, വാലൻസ് ബാൻഡ് എനർജി ലെവൽ. ഇതാണ് നമ്മളുടെ കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ. സോ ഈ ബാൻഡ് എനർജി ലെവൽസിൻ്റെ മിനിമം വരുന്ന കണ്ടക്ഷൻ്റെ മിനിമം വരുന്നതും വാലൻസിൻ്റെ പീക്ക് വരുന്നതും സെയിം വെലോസിറ്റിയിലാണെങ്കിൽ അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. അതേസമയം സെയിം വെലോസിറ്റി ഓർ സെയിം മൊമെൻറ്റം
Okay, so this peak occurs at the same momentum for case of direct band gap. അതേസമയം ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സിലിക്കണിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഡിഫറെൻറ്റ് മൊമെൻറ്റത്തിലായിരിക്കും റോ 1 ആൻഡ് റോ 2 ഡിഫറെൻറ്റ് മൊമെൻ്റ് ആയിരിക്കും ഈ പീക്ക് ഉണ്ടാകുക. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഇങ്ങനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുറച്ച് എനർജി അതിൻ്റെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, രണ്ട് മൊമെൻറ്റം കൺസർവേഷൻ, മൊമെൻറ്റം ക്യാൻ either be created nor be destroyed. സോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോ ഡിഫറെൻറ്റ് മൊമെൻറ്റത്തിൽ ഈ പീക്ക് വരുന്നതുകൊണ്ട് ഈ ബാൻഡ് ഗ്യാപ്പിലേക്കുള്ള ചേഞ്ച് വരുന്ന സമയത്ത് കുറച്ച് എനർജി ആ മൊമെൻറ്റം കൺസർവേഷൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യും. സോ അത് ടോട്ടൽ ബാൻഡ് ഗ്യാപ്പിൽ നമ്മൾ അത്ര എനർജി കൊടുത്ത് എക്സൈറ്റേഷൻ നടത്തിയെങ്കിലും അത്രയും എനർജി നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട്, റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് ആകാം, ലൈറ്റ് പ്രൊഡ്യൂസ് LED പ്രൊഡ്യൂസ് ചെയ്യാനാകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസൊക്കെ ഡയോഡ്സൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അത്രമാത്രം ആ കൊടുക്കുന്ന അത്രയും എനർജി നമുക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടില്ല ഏതിൽ, ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറിൽ. സോ നമ്മൾ സിലിക്കൺ എന്ന് പറയുന്നത്, സിലിക്കൺ ആൻഡ് ജെർമേനിയം ദേ ആർ ബിലോങ്സ് ടു ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ്. കൊടുക്കുന്ന അത്രയും എനർജി നമുക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടില്ല. അതേസമയം ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ സെയിം മൊമെൻറ്റം സെയിം സ്പീഡിലായിരിക്കും. വാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡിലും ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. സോ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിന് എക്സ്ട്രാ എനർജി ഒന്നും കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എനർജി കറസ്പോണ്ടിങ് ആയ ലൈറ്റ് എനർജിയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. സോ അതുകൊണ്ട് തന്നെ ഈ സിലിക്കോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒപ്റ്റോ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ LED മാനുഫാക്ചറിങ്ങോ ഫോട്ടോ ഡയോഡ് മാനുഫാക്ചറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റ് ദ യൂസ് ഫോർ ഒപ്റ്റോ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്. വി കനോട്ട് മേക്ക് LED ഓർ ലേസർ ഡിവൈസ് വിത്ത് സിലിക്കൺ. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എനർജി ബാൻഡ് ഗ്യാപ്പ് വളരെ കൂടുതലാണ്. ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പാണ്. ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആയതുകൊണ്ട് കംപ്ലീറ്റ് എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ LED മാനുഫാക്ചറിങ്, ലേസർ മാനുഫാക്ചറിങ്ങിനൊന്നും നമ്മളെ പ്യുവർ സിലിക്കൺസ് യൂസ് ചെയ്യാൻ പറ്റില്ല. Then relative lower carrier mobility as compared to gallium arsenide. ഗാലിയം ആഴ്സനൈഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കരിയർ മൊബിലിറ്റി എന്ന് പറയുന്ന ടേം അതും നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഈ മൊഡ്യൂളിൽ തന്നെ പഠിക്കുന്ന ഒരു ടേമാണ് മൊബിലിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഗെയിൻ ബൈ applying an electric potential or electric voltage or electric field. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അതിന് കൊടുക്കുന്ന ഗെയിൻ അല്ലെ വെലോസിറ്റി എത്ര കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളുടെ മൊബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ റിലേറ്റീവ്ലി ലോവർ കാരിയർ മൊബിലിറ്റി, നമ്മൾ അത്ര വോൾട്ടേജ് കൊടുത്താലും അതിൻ്റെ കാരിയേഴ്സ്, നമുക്കറിയാം കാരിയേഴ്സ്, ഡിഫറെൻറ്റ് കാരിയേഴ്സ് ഉണ്ട്, ചാർജ് കാരിയേഴ്സ്, ഇലക്ട്രോൺസ് ഉണ്ട്, ഹോൾസ്. അതിൻ്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇതിൻ്റെ കേസിൽ, സിലിക്കൻ്റെ കേസിൽ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഈ കാരിയർ മൊബിലിറ്റി കുറവായതുകൊണ്ട് നമുക്ക് ഈ മെറ്റീരിയൽസിന് ഹൈ ഫ്രീക്വൻസി ഡിവൈസ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. ഹൈ ഫ്രീക്വൻസി ഡിവൈസ്, ഇമ്പാറ്റ്, ട്രപ്പാറ്റ്, പിൻ ഡയോഡ്സ്, അങ്ങനെ പറയുന്ന കുറേ ഡിവൈസസ് ഒക്കെ ഉണ്ട്, മൈക്രോവേവ് ഡിവൈസ് ഒക്കെ ഉണ്ട്, ടണൽ ഡയോഡ്, ഇങ്ങനെയുള്ള ഡിവൈസ് മാനുഫാക്ചറിങ്ങിനൊന്നും നമുക്ക് സിലിക്കൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ കരിയറിൻ്റെ മൊബിലിറ്റിയുടെ കേസ് നമ്മളിവിടെ പറഞ്ഞു, ലോ കാരിയർ മൊബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ മൊബിലിറ്റിയുടെ ഒരു കമ്പാരിസൺസ് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ എങ്ങനെയാണ്, എത്രമാത്രം ലോവറാണ് സിലിക്കൻ്റെ ഒരു മൊബിലിറ്റി എന്ന് പറയുന്നത് 1600 cm²/volt/second ആണ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റാണ്. അതേസമയം ജെർമേനിയം എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3900 സെയിം യൂണിറ്റാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോമ്പൗണ്ട് സെമിക്കണ്ടക്ടറാണ് ഗാലിയം ആഴ്സനൈഡ്. അതിൻ്റെ കരിയർ മൊബിലിറ്റി എന്ന് പറയുന്നത് 9200 ആണ്. ദെൻ വേറൊരു കോമ്പൗണ്ട് സെമിക്കണ്ടക്ടർ ഇൻഡിയം ആഴ്സനൈഡ്, അതിൻ്റെ 40,000 ആണ്. 40,000 cm²/volt/second ആണ് അതിൻ്റെ മൊബിലിറ്റി ആയിട്ട് വരിക. വേറൊരാണ് ഇൻഡിയം സെലൂറൈഡ് എന്ന് പറയുന്നത് 7700 ആണ്. 77,000 ആണ് അതിൻ്റെ കരിയർ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മൊബിലിറ്റി ഇത്രയും വളരെ കൂടുതലുള്ള മൊബിലിറ്റിയുള്ള ഇൻഡിയം സെല്യൂറൈഡ്, ഇൻഡിയം ആഴ്സനൈഡ് തുടങ്ങിയ ഡിവൈസിനേക്കാൾ വളരെ കുറഞ്ഞ പെർഫോമൻസ് ആയിരിക്കും അല്ലെങ്കിൽ സിലിക്കണും ജെർമേനിയം നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒപ്റ്റോ ഇലക്ട്രിക് ഡിവൈസ് മാനുഫാക്ചറിംഗിൽ യൂസ് ചെയ്യില്ല. ഇതാണ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, ഹൈ മൊബിലിറ്റിയുള്ള കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സാണ് ഈ ഒപ്റ്റോ ഇലക്ട്രോണിക് കമ്പൗണ്ട്സ് മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇതിൻ്റെ കരിയർ മൊബിലിറ്റി കുറയാൻ കാരണം എന്ന് പറയുന്നൊരു, നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ പഠിക്കാൻ പോകുന്ന വേറൊരു ടേമാണ് എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്, റിലേറ്റഡ് ടു മാസ് ഓഫ് ദ ഇലക്ട്രോൺസ്. ഓഫ് എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് സിലിക്കൻ്റെ കേസിൽ
0.19 M0 ആണ്. അതേസമയം ജെർമീനിയത്തിൻ്റെ കേസിൽ 0.082 M0 ആണ്. ദെൻ ഗാലിയം ആഴ്സനൈഡ് ആകുമ്പോൾ 0.067 M0 ആണ്. ഇൻഡിയം ആഴ്സനൈഡിലേക്ക് വരുമ്പോൾ അത് 0.023 M0 ആണ്. ഇൻഡിയം സെലൂനൈഡിലേക്ക് വരുമ്പോൾ 0.014 M0 ആണ്. അതായത് M0 എന്ന് പറയുന്നത് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ നമുക്ക് എത്രയാണെന്നറിയാം, 9.11 × 10⁻31 കിലോഗ്രാം ആണ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സോ എഫക്റ്റീവ് മാസ് ഏറ്റവും കൂടുതൽ സിലിക്കൻ്റെ കേസിലാണ്. സോ കാരിയർ മൊബിലിറ്റി കുറവാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് എഫക്റ്റീവ് മാസ് ഈ സിലിക്കൺ മെറ്റീരിയൽസിന് കമ്പയർ ടു ജെർമേനിയം അല്ലെങ്കിൽ മെറ്റീരിയൽസിന് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, എഫക്റ്റീവ് മാസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് കാരിയർ മൊബിലിറ്റി കുറയും. അതുകൊണ്ട് തന്നെ അതിനെ ഹൈ ഫ്രീക്വൻസി ഡിവൈസ് മാനുഫാക്ചറിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ സിലിക്കോൺസ്. ഈ സിലിക്കൺ കൊണ്ടുണ്ടാക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സിലിക്കൺ നാനോ സ്ട്രക്ചർ മാനുഫാക്ചറിങ് ഡിവൈസ് മാനുഫാക്ചറിങ്, സിലിക്കൺ നാനോ ക്രിസ്റ്റൽസ്, ദെൻ സിലിക്കൺ ക്വാണ്ടം വയേഴ്സ് ആൻഡ് ഡോട്ട്സ്, പോറസ് സിലിക്കൺ, SiX GE1-X. ഇതൊരു മാനുഫാക്ചറിങ്ങിലുള്ള ഒരു ഡിവൈസാണ്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. നാനോ സ്ട്രക്ചർ എന്ന് പറയുന്നത് കൺഫൈൻഡ് സിലിക്കൺ സ്ട്രക്ചറാണ്. കൺഫൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു X ആക്സിസ്, Y ആക്സിസ് ആൻഡ് Z ആക്സിസ്, ഈ 3 ആക്സിലേക്ക് മൂവ്മെൻറ്റ് ഇലക്ട്രോൺസിലുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ഡിവൈസിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിവൈസിലേക്കുള്ള മോഷൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, സോ നമ്മളിരിക്കുന്ന റൂമിൽ തന്നെ നമ്മൾക്ക് Y ഡയറക്ഷനിലേക്കുള്ള മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു. സോ നമുക്ക് X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 2 ഡയറക്ഷനിലേക്ക് മാത്രം റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ പറയുന്ന പേരാണ് കൺഫൈൻഡ് മോഷൻ. അതായത് തേർഡ് ഡയറക്ഷനിൽ XYZ ഡയറക്ഷനിൽ നമുക്ക് മോഷൻ പറ്റില്ല, രണ്ടാമത്തെ X ഡയറക്ഷനിൽ 2 ഡയറക്ഷനിൽ മോഷൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കേസിൽ തന്നെ കൺഫൈൻഡ് മോഷൻ എന്ന് പറയും. ഇനി 2 ഡയറക്ഷനിലും മാറ്റിയിട്ട് നമുക്ക് ഒറ്റ ഡയറക്ഷനിൽ ഒരു X ഡയറക്ഷനിൽ മാത്രമാണ് അതിൻ്റെ മോഷൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ Z ഡയറക്ഷനിൽ മാത്രമാണ് ഇലക്ട്രോൺ മൂവ്മെൻറ്റ് പറ്റുള്ളൂ എങ്കിൽ അതിനെ ക്വാണ്ടൈസ്ഡ് മോഷൻ എന്ന് പറയും. ഓക്കെ, സോ ഈ നാനോ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്രിസ്റ്റൽ മാനുഫാക്ചറിങ് സമയത്ത് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ മോഷൻസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ഏതെങ്കിലും 2 ഡയറക്ഷനിലോ ഒറ്റ ഡയറക്ഷനിലോ റെസ്ട്രിക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്വാണ്ടം വയേഴ്സിൽ 2 ഡയറക്ഷനിൽ 2 ഡയറക്ഷനിൽ റെസ്ട്രിക്റ്റ് ചെയ്യും. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത് 3 ഡയറക്ഷനിലും ഇതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ മോഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യും. സോ ഇലക്ട്രോൺ മോഷൻ ഡിഫറൻറ്റ് ഡയറക്ഷനിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ആ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് വരും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഡെൻസിറ്റി, എഫക്റ്റീവ് മാസ്, അങ്ങനെ എനർജി എന്ന് പറയുന്ന കുറേ മെക്കാനിക്കൽ ടേംസ് ഒക്കെ ഈ റെസ്ട്രിക്ഷൻ കാരണം ഉണ്ടാകും. സോ ഈ ഡിഫറൻറ്റ് എനർജി വരുന്നത് കൊണ്ട് തന്നെ ഡിഫറൻറ്റ് ബാൻഡ് ഗ്യാപ്പ് എനർജീസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡിഫറൻറ്റ് ബാൻഡ് ഗ്യാപ്പുള്ള എനർജി ഡിവൈസസ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഡിഫറൻറ്റ് കളേഴ്സിലുള്ള LEDs ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് അതിൻ്റെ മെറ്റീരിയൽസ്. ഇങ്ങനെയുള്ള ഒരു സിലിക്കൻസിൻ്റെ റിസർച്ചിൽ ഉണ്ടായിരിക്കുന്ന കുറേ മെറ്റീരിയൽസാണ്. ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ സിലിക്കൻസ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത് പോറസ് സിലിക്കനാണ്. പോറസ് എന്ന് പറയുന്നത് ഹോൾസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഹോൾസ്. സോ പോറസ് സിലിക്കൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് പോറസ് സിലിക്കൺ വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പോറസിലിക്കൻസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ റെസ്ട്രിക്ഷൻസ്, നമുക്ക് ഈ നാനോ സ്ട്രക്ചറിലുള്ള ഇലക്ട്രോൺസ് മോഷൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കാനുള്ള വേറൊരു മെത്തേഡാണ് ഈ പോറസ് സിലിക്കൺ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെഫ്ലോൺ ബീക്കർ എടുക്കുക. സോ ടെഫ്ലോൺ ബീക്കറിലേക്ക് നമ്മൾ ഒരു സിലിക്കോൺ വേഫർ, ഒരു സിലിക്കൻ്റെ ഒരു ബാർ, ഒരു മെറ്റീരിയൽ എടുക്കുക. ദെൻ പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, എടുക്കാം. ദെൻ ഈ സോ ഇത് രണ്ട് ഇലക്ട്രോഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ദെൻ ഈ ഇലക്ട്രോഡ്സിലേക്ക് ഇലക്ട്രോലൈറ്റ് വേണം. ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഫ്ലൂറൈഡും ദെൻ പിന്നെ ഉപയോഗിക്കുന്നത് എത്തനോൾ എന്ന് പറയുന്നത് C2H5OH എന്ന് പറയുന്ന എത്തനോൾ. ഈ 2 മിക്സ്ചർ നമ്മളിവിടെ ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യും. ദെൻ ഇത് പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ ആനോഡായിട്ടും പ്ലാറ്റിനം കാഥോഡായിട്ടും യൂസ് ചെയ്ത് നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു വിചാരിക്കാം.
ഓക്കെ. ദെൻ 10 to 15 or 40 മില്ലി ആംബിയർസ് നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഡിപ്പ് ചെയ്തിരിക്കുന്ന പോർഷനിൽ നിന്ന് കുറച്ച് സിലിക്കൺസ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ട് അത് കാഥോഡിലേക്ക് പോകും. അതിനോട് നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ സിലിക്കൺ വേഫറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സിലിക്കൺ വേഫറിൽ നിന്ന് സർട്ടൺ ആറ്റംസ് സിലിക്കൺ ആറ്റംസ് ഇങ്ങനെ ലോസ് ചെയ്തിട്ട് ഇലക്ട്രോലൈറ്റ് വഴി ലോസ് ചെയ്ത് കാഥോഡിലേക്ക് പോയിട്ടുള്ളതുകൊണ്ട് ആ ഇലക്ട്രോൺ വേക്കൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ സിലിക്കൺ വേക്കൻ്റ് ആയിട്ട് അവിടെ കാണും. അതിനാണ് നമ്മൾ ഹോൾസ് അല്ലെങ്കിൽ പോറസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആക്ച്വലി ഉണ്ടാക്കുന്ന എന്താണ്? ഈ സിലിക്കൺ വേഫറിൻ്റെ സർട്ടൺ റീജിയൻസിൽ ഇതുപോലെ ഹോൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. സോ ഈ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഹോളിൽ കൂടിയുള്ള ആ ഹോൾ സ്ട്രക്ചറിൽ വരുന്ന ഇൻറ്റീരിയലായിട്ട് വരുന്ന സിലിക്കൺസിന് അസോസിയേറ്റഡ് ഇലക്ട്രോൺസിൻ്റെ ഒരു ഡയറക്ഷനിൽ റെസ്ട്രിക്ഷൻ വരും, ഇലക്ട്രോൺ മോഷൻസ് റെസ്ട്രിക്ഷൻ വരും. അതിനാണ് നമ്മൾ നാനോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ റെസ്ട്രിക്ഷൻ വരുമ്പോൾ ഈ ഡിഫറൻറ്റ് അല്ലെങ്കിൽ വേരിയിങ് ബാൻഡ് ഗ്യാപ്പ് ഉള്ള ഡിവൈസസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന ഡിവൈസിനാണ് നമ്മൾ പോറസ് സിലിക്കൺ എന്ന് പറയുന്നത്. ഓക്കെ. സോ അത് ഒരു മെറ്റീരിയലാണ് സിലിക്കൺ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഈ സിലിക്കണും ജെർമേനിയവും കൊണ്ട് ഉപയോഗിച്ച് രണ്ട് മെറ്റീരിയൽ ഒരേപോലെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് സെമി കണ്ടക്ടേഴ്സിനെ മാനുഫാക്ചർ ചെയ്യാം. സോ SiX പെർസെൻറ്റേജ് ജെർമേനിയം 1-X%. സോ ഒരു 20% സിലിക്കണും ഒരു റിമൈനിങ് 80% ജെർമേനിയം കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം സിലിക്കൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ടാണ്. അതേസമയം ജെർമേനിയത്തിൻ്റേത് 0.66 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ഈ എക്സിൻ്റെയും വാല്യൂ നമ്മൾ ഈ കോൺസെൻട്രേഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ SiGe എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉപയോഗിച്ച് നമുക്ക് 0.66 ഇലക്ട്രോൺ വോൾട്ട് മുതൽ 1.12 അല്ലെങ്കിൽ 1.2 ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള ഡിഫറൻറ്റ് ബാൻഡ് ഗ്യാപ്പ് ഉള്ള സെമി കണ്ടക്ടർ ഡിവൈസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. സോ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ സിലിക്കൺ മാത്രമാണെങ്കിൽ അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ഫിക്സ്ഡ് ആണ്, ജെർമേനിയം മാത്രമാണെങ്കിൽ അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ഫിക്സ്ഡ് ആണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടൊരു ഡിവൈസ് ഉണ്ടാക്കാൻ പറ്റിയാൽ അതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് ഇവിടുത്തെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഡിഫറൻസ് 0.85 ഉള്ള ഒരു സെമി കണ്ടക്ടർ നമുക്ക് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഈ എക്സ് അതിന് കറസ്പോണ്ടിങ് ആയ പെർസെൻറ്റേജ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0.85 ഇലക്ട്രോൺ വോൾട്ട് ബാൻഡ് ഗ്യാപ്പ് വരുന്ന ഒരു ഡിവൈസ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. സോ ഡിഫറൻറ്റ് ബാൻഡ് ഗ്യാപ്പ് ട്യൂണിങ് പറ്റും ഈ SiXGe 1-X കൊണ്ട് ഉള്ള ഒരു കോൺഫിഗറേഷനിൽ. സോ ഈ സെറ്റപ്പ് തന്നെ നമ്മൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിലും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പിന്നീട് പറയുന്നതാണ്. സോ ഇറ്റ്സ് ഓൾറെഡി 40 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്ക് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.